ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ടയ്ക്ക് ഞാനിതൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്കിപ്പം കഴുകിയിട്ട് കുക്കറിൽ പുഴുങ്ങാൻ വെക്കാം. ഇതാ വേഗം ആയിക്കോളും. പുഴുങ്ങിയിട്ട് അപ്പോൾ പുഴുങ്ങാൻ വെക്കാം. ആദ്യം ഇത് നമുക്ക് പുഴുങ്ങാം. 2 വിസിലടിച്ചാൽ അങ്ങനെ കുറച്ച് വെള്ളം വെച്ച്, അപ്പോൾ ഇത് നമുക്ക് 2 3 വെച്ചാൽ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവണമല്ലോ. അപ്പോൾ 2 3 വിസിൽ ആവുന്നതിൽ കുഴപ്പമില്ല. അപ്പം നമ്മളിതിവിടെ അപ്പോൾ ഇത് 2 അല്ലെ 3 വിസിൽ നോക്കിയിട്ട് നമുക്ക് നല്ലോണം വേവണമല്ലോ. അപ്പോൾ വേഗം വരെ കാത്തിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. വെറും ഉരുളക്കിഴങ്ങിൻ്റെ മാത്രമല്ല, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കാബേജിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കാം. കുറേ ദിവസമായി ചോറ് തിന്നുന്നു. അപ്പം വിചാരിച്ച് ഇന്ന് നമുക്ക് ഇതും വെക്കാം, ഇതുണ്ടാക്കാം. ഒരു വീഡിയോ ആയി, കഴിക്കലുമായി. അപ്പോൾ 2ഉം കൂടി ആകുമ്പോൾ നല്ലതല്ലേ. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക. കുറേ ദിവസമായി ഒരു പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒരു പാചകത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ 2 പേരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദിയുണ്ട്. നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹോദരനും സഹോദരിക്കുമാർക്കും നന്ദി. അതെ, നന്ദിയുണ്ട്. ഇതെല്ലാം ഫുള്ള് കിച്ചണെല്ലാം ഫുള്ള് ക്ലീനാക്കി. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതാകുന്നതുകൊണ്ട് എല്ലാത്തിനും സമയവും കിട്ടുന്നില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിക്കുക. നല്ല ടേസ്റ്റാണ് ആലു പൊറോട്ട. മേത്തി പൊറോട്ട എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. വേറെ കറിൻ്റെ ഒന്നും ഇത് അതിൽ നിറച്ച് ഇതാക്കിയിട്ട് ചുട്ടാൽ നല്ല കഴിക്കാൻ നല്ല ചൂടോടെ എത്ര കഴിച്ചാലും മതിയാണ്. കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്ര കഴിച്ചിനൊന്നും അറിയില്ല, അത്രയൊരു ടേസ്റ്റാണ്. ഉള്ളി മുറിച്ചു അല്ലേ? ഉള്ളി മുറിച്ചു, ഒണിയൻ മുറിച്ചു. ഇനി കേബേജിൻ്റെ മേലെയുള്ള ഭാഗം എടുത്തോളാം. കഴുകി ക്ലീൻ ചെയ്തു. കേബേജ് ചില ആൾക്ക് വെറും വറക്കാൻ മാത്രമേ ഇത് അറിയും. പക്ഷേ കേബേജിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് നമ്മൾ കേബേജ് പക്കുവാടി ഉണ്ടാക്കി നല്ല ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു അല്ലേ? എന്താ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. കേബേജും കൂടി തക്കാളിയും ഉള്ളിയെല്ലാം മുറിച്ചിട്ട്, പിന്നെ ഒരു 4-5 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങല്ലേ, ഇപ്പം ഗ്യാസ് ആക്കും.
വെളുത്തുള്ളി ഇട്ടാൽ നല്ലൊരു ഇതാണ് ഗ്യാസിന് കൂടുതലുണ്ടാവില്ല. ഒരു വിസിൽ അടിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ അതെ ഉരുളക്കിഴങ്ങ് റെഡിയായി വരുന്നുണ്ട്. നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അപ്പോഴത്തെ ഈ പച്ചക്കറി റെഡിയാക്കാം. കാബേജ് മുറിച്ച് ഇതിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇത് റെഡിയാക്കിയിട്ട് ആട്ട നമുക്ക് കുഴച്ച് വെക്കാം. പിന്നെ ആട്ട കുഴക്കുമ്പോഴത്തെ അതെല്ലാം റെഡിയായാൽ ഇത് ഒരു വറക്കുകയും ചെയ്യാമല്ലോ. ആദ്യം മസാലകൾ റെഡിയാക്കണമല്ലോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആലു ഗോബി പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേബേജിക്ക് ഗോബി എന്നാണ് പറയുന്നത്, ഉരുളക്കിഴങ്ങിന് പിന്നെ ആലു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആലു ഗോബി പൊറോട്ട ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ വിസിലടിച്ച് ഒന്നുകൂടി ആയിക്കോട്ടെ, നല്ലോണം വേവണം. ഞാൻ ചൂടിൽ തന്നെ അത് ഇതാക്കും, വെള്ളത്തിലിട്ടിട്ട് വേഗം നമുക്ക് കൂടുതൽ തണി വയ്ക്കാൻ സമയമില്ലാണ്ട് ഒന്നും കൂടി വിസിലടിച്ചോട്ടെ, പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. തണുത്ത വെള്ളവും ലേശം മേലെ കുക്കറിൻ്റെ ഒഴിച്ച് കൊടുത്താൽ വേഗം നമുക്ക് അതിൻ്റെ മൂടി തുറക്കാം. ചൂടോടെ പെട്ടെന്ന് തുറക്കാൻ പറ്റൂല, ശ്രദ്ധിക്കണം നമ്മളപ്പോൾ. ചൂടോടെ വിസിൽ കുക്കറിൻ്റെ മൂടി തുറക്കുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, നന്നായി പച്ചമുളക്, തക്കാളി, കാബേജ് ചൂടും ഇനി നമുക്ക് ആട്ട കുഴക്കാം. നമ്മൾ ആശീർവാദിൻ്റെ അധികം അതന്നെ വാങ്ങലുള്ളൂ. പക്ഷേങ്കിൽ ഭയങ്കര വിലയല്ല ഇപ്പോൾ ആശീർവാദിനെല്ലാം. അപ്പോൾ ഇന്ന് നല്ല ആട്ടയായത് ഓഫറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ ക്രോസിൻ്റെ ചക്കി എന്ന് പറഞ്ഞ ആട്ടയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ, ഇതിന് കുറച്ച് സഹായമുണ്ട്. ഇത് നോക്കട്ടെ, ഇത് ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നെ നമുക്കിത് വാങ്ങാമല്ലോ. നമ്മളെന്തിനാ വലിയ വില കൊടുത്തിട്ട് വാങ്ങാൻ നിൽക്കുന്നത്. അപ്പം ഇതൊന്ന് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതൊന്ന് ഇതാവട്ടെ. അപ്പോൾ ഇത് നോക്കാം ഇതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുണമുണ്ടോ ഇല്ലേന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തിന്നിട്ട് അഭിപ്രായം നോക്കാം. എന്നിട്ട് നല്ലതിൻ്റെ പിന്നെ നമുക്ക് വലിയ വില കൊടുത്ത് വലിയ ആശീർവാദമെല്ലാം വലിയ വിലയല്ല. അപ്പം നല്ലതാണെങ്കിൽ നമ്മളെന്തിനാണ് വലിയ വില കൊടുത്ത് പിന്നെ ആട്ട വാങ്ങുന്നത്, വേറെ ആട്ട വാങ്ങുന്നത്, ആശീർവാദം വാങ്ങുന്നത്, ഇത് വാങ്ങിയാൽ പോരെ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. ആട്ട കഴിച്ച് നോക്കട്ടെ. ആട്ട കുഴക്കുന്ന മത്സരം കഴിക്കുന്നൊരു കുറേ ദിവസം ആട്ട കുഴക്കാതെ ആദ്യം തന്നെ നല്ലോണം ഇതാക്കി എടുത്താൽ ഈ ആട്ട പെട്ടെന്ന് കൊഴിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ കുഴക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കണം. എന്നാൽ വേഗം ആട്ട കൊഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം, കൊഴിഞ്ഞ് കിട്ടും. എൻ്റെ ആദ്യം തുള്ളി വെച്ചാൽ ശരിയാവില്ല. ആദ്യം ആവശ്യത്തിനുള്ള ഒറ്റയടി കൊഴിച്ചാൽ നമുക്ക് വേഗം ആട്ട പെട്ടെന്ന് നമുക്ക് കൊഴിഞ്ഞ് നല്ല. പക്ഷെ കുഴക്കുന്നതിൻ്റെ അകത്ത് ചുടുന്നതിൻ്റെ അകത്തുണ്ട്, കുഴക്കുന്നതിൻ്റെ അകത്തുണ്ട്. ചപ്പാത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യമെല്ലാം വേഗം കണക്കായ വെള്ളം ഒഴിച്ചുകൊണ്ട് വേഗം ആട്ട കൊഴിഞ്ഞ് കിട്ടും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് ഇത് ക്ലീനാക്കിയതാ. ഒന്നും കൂടി എല്ലാം ഇപ്പം ക്ലീനാക്കി വെച്ചതാണ് ഞാൻ. എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് വെള്ളമെല്ലാം എടുത്തൊന്ന് വൃത്തിയാക്കി. അപ്പം ഇങ്ങനെ ഒന്ന് വേഗം പെട്ടെന്ന് നമുക്ക് ആട്ട കൊഴിട്ട് ഇതാ ആട്ട ഇട്ടിട്ട് ആട്ടൊക്കെ ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് വേഗം സെറ്റായി കിട്ടി. ഫസ്റ്റ് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം പെട്ടെന്ന് കൊഴിഞ്ഞ് കിട്ടും. ചിലയാൾക്ക് ആട്ട കൊഴിക്കാൻ ഭയങ്കര മടിയാന്ന്, കൊഴിയാൻ പറ്റില്ല. ചിലയാളെ കുഴച്ചാൽ ശരിയാകാത്തതുകൊണ്ട് അത് ഈ ചപ്പാത്തി അല്ലേ നമ്മുടെ നാട്ടിലെ കേരളക്കാരുടെ ചപ്പാത്തി, ചിലയാളെ ചപ്പാത്തി നല്ല ഉള്ളി വലിയാണ്, നല്ല രസം ഉണ്ടാവും കാണാൻ. എന്ന് വെച്ചാൽ
ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ ഉണ്ടാവും. കൊച്ചിന്ന് കൊയിലാണ്ടി പോയ പോലെയല്ല ചില ഇത് കാണാം. അപ്പോൾ ഇത് ആട്ട കൊഴിഞ്ഞില്ലേ, ഒന്ന് പെട്ടെന്ന് കൊഴിഞ്ഞ് കിട്ടി. എത്ര പെട്ടെന്നാന്ന് കൊഴിച്ചേ. അതിന് നല്ലോണം നല്ലോണം കുഴച്ചൊന്ന് സ്മൂത്താക്കിയിട്ട് ആട്ട എത്ര പെട്ടെന്ന് എത്രയോ പെട്ടെന്ന് കുഴച്ച് കിട്ടി. ചില ആൾ ആട്ട കഴിക്കുമ്പോൾ കുറേ നേരമായി. ഇനി കുറച്ച് നല്ലോണം ഇതാക്കിയിട്ട് ലേശം എണ്ണയും കൂടി മയക്കി പിന്നെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കഴിക്കൊന്നും പറ്റൂല. നല്ല അടിപൊളിയായിട്ട് ഇത് കുറച്ച് കൂടുതലാടെ ആക്കി വെക്കണ്ടേ. രാവിലെ നമുക്ക് ചപ്പാത്തി വേണമെങ്കിലും ഇടാം. ഇപ്പം രാത്രിയൊക്കെ ആലു പൊറോട്ട ഇട്ടിട്ട് രാത്രി നമുക്ക് ചപ്പാത്തി വേണമെങ്കിൽ രാവിലെ ചപ്പാത്തി ഇടാം, അല്ലെങ്കിൽ പൂരി വേണമെങ്കിൽ പൂരി ഇടാം. കുഴച്ചിട്ട് ബാക്കി വരുന്ന ഒരു നല്ല അടപ്പ് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അന്നേരം ഒന്നും ആവില്ല. അന്നേരം നമ്മൾ കുഴച്ച പോലെ ഉണ്ടാവും. കുറച്ചൊരു എണ്ണ നല്ലൊരു ഇതായി വരും. കയ്യിലൊന്നും പറ്റൂല. നമ്മൾ ചുടുമ്പോൾ നല്ല സ്മൂത്താവും. നല്ല അപ്പോൾ നല്ല ആട്ടയും കുഴച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. എടുത്ത് ഡബയിൽ വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് തണിഞ്ഞു നോക്കാം. തണിഞ്ഞില്ല, ഒരു 2 മിനിറ്റ് കൂടി നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് മറ്റേ വറവല്ല, ഇത് ബാജിയാക്കുന്ന ഇതിൻ്റെ അകത്ത് ഗ്യാസിൽ വെക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടിക്ക് ചൂടാവട്ടെ. എണ്ണ പോരാം. നമുക്ക് ആവശ്യത്തിന് കടുക് പൊട്ടാൻ മാത്രം പോർന്നാൽ മതി. എണ്ണ ചൂടാവട്ടെ. നമുക്ക് ഉള്ളിയിടാം. ഉള്ളിയും തക്കാളി എല്ലാം ഒഴിച്ചിട്ടാൽ മതി. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഏകയുണ്ട് അതുകൂടാം. ചുട്ട ആവശ്യത്തിന് ഉപ്പിടാം. ചെറിയൊരു ഉപ്പ് 2 സ്പൂണ് ഇട്ട്
മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ ആവശ്യത്തിന് മഞ്ഞൾ. ശകലം ജീരക പൗഡർ, വറുത്ത് പൊടിച്ച ജീരകമാണ്. വറുത്ത് പൊടിച്ച ജീരകം. ശകലം ഗരം മസാല. ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി. അന്നേ കാശ്മീരി മുളക് അരച്ച് വെച്ചാൽ തീർന്നിട്ടില്ല, എന്നുകൊണ്ട് തീരാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്, അരച്ച മുളക് ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ശകലം കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് ഇളക്കിക്കൊടുത്ത് നമുക്കൊരു മല്ലിപ്പൊടി. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ശകലം ഉലുവ പൊടിച്ചത്, ഒരു കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണിത്. വറുത്ത് പൊടിച്ച് നമ്മൾ ഡബ്ബയിലിട്ട് വെക്കുന്നു. അന്ന് ഞാൻ ഇതിൻ്റെ ടിപ്പെല്ലാം കാണിച്ചു തരുന്നല്ലോ. പെട്ടെന്ന് വീഡിയോ ഇട്ടിരുന്നു. പെട്ടെന്ന് അന്ന് തന്നെ അരച്ച് വെച്ചതാണ് ഈ മുളക്. അപ്പോൾ നമുക്ക് കുറേ ദിവസം എത്തി. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം തീർന്ന്. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഇളക്കാം. വെന്തിട്ടുണ്ട്. കുറച്ച് ഒന്നും കൂടി അടിച്ചു വെക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് തോല് പൊളിക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് തോല് പൊളിച്ച് ഉടച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടെല്ലാം മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു രസമാണ്, ഒരു വെറൈറ്റി അല്ലേ. നമ്മുടെ നാട്ടിൽ
കുറച്ച് ആൾക്കാർക്കെല്ലാം പുറത്ത് പോയ ആൾക്കാർക്കെല്ലാം കുറച്ച് അറിയാം, അല്ലാത്ത ആൾക്കാർക്ക് അറിയില്ല. എന്നാലും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പഠിച്ച് പുതിയ പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കണം. ചോറിനാക്കട്ടെ എന്നുള്ള രാത്രിയെല്ലാം ആകുമ്പോൾ നമുക്ക് രാവിലെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നല്ല വെന്ത് കഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട്, ഇതിലിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് ചെറിയ കുഞ്ഞി സ്പൂണോടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടപ്പൊടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യം വരില്ല, നോക്കിയാൽ മതി. സമൂസ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സമൂസയാക്കാം. ഇതിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് പച്ച കിട്ടുന്ന പച്ച ഇടുക, അല്ലെങ്കിൽ പിന്നെ പുഴുങ്ങിയിട്ടിടുകയാണെങ്കിൽ പുഴുങ്ങിയിട്ടിടാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. മല്ലിച്ചപ്പല്ല നന്നായി ഇളക്കി ഒന്ന് ഉരുളക്കിഴങ്ങും ഇതെല്ലാം ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് വേവിക്കുക. കുറച്ച് നല്ലോണം ഒന്നും കൂടി എല്ലാം ഒന്ന് മസാല എല്ലാം പിടിച്ചൊന്ന് പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ച് കട്ടിയിലാണ് ആട്ടിയെടുക്കുന്നത്. കട്ടിയിൽ ആട്ടിയെടുത്താലേ നമുക്ക് നല്ലോണം ചുട്ട് വരാൻ പറ്റും. എനിക്ക് മസാല ഇടാം. മസാല ഇട്ട് വരാം. മെല്ലനെ പരത്തണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം പുറത്ത് പോഞ്ഞാളിയും. നോക്കി മെല്ലെ പരത്തി എടുക്കാനേ പറ്റും. നമുക്ക് ചപ്പാത്തി കുഴച്ച് വരുന്ന പോലെ ഇത് കുഴച്ച് വരാൻ പറ്റൂല. ഉരുളക്കിഴങ്ങ് നല്ല വേവുള്ളതറ്റ അത്ര വെന്തിനില്ല. നല്ല ആലു പൊറോട്ട രണ്ട് ഭാഗവും നല്ല റെഡിയായി. ആലു പൊറോട്ട ശ്രദ്ധിച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതാണല്ലോ ഉരുളക്കിഴങ്ങും എല്ലാം ആണല്ലോ, അപ്പം ശ്രദ്ധിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ നമ്മളെ വേർത്ത് കുളിച്ച് പോയി, നല്ല വേർപ്പ്. അങ്ങനെ നമ്മളെ ആലു ഗോബി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ബാജി ഉണ്ടാക്കി വെച്ചത് കുറച്ച് ചൂടായിപ്പോയി. ചൂട് തണിഞ്ഞിട്ട് ഇതിലിട്ട് പരത്താവും, എന്നാലേ നല്ലൊരു ഇതുണ്ടാകുക, അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോവും. ഇതിപ്പം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ചൂടോടെ എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ആലു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. രാവിലത്തേനായാലും രാത്രിയത്തായാലും
നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഓക്കെ.